ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് മുതൽ ഡെയിലി വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് എന്താണോ ഇന്നലെ സംഭവിച്ചത് അത് കഴിയുന്ന പോലെ വീഡിയോ എടുത്തിട്ട് പിറ്റേന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ ഡെയിലി അങ്ങനെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് ഇന്ന് മുതലാണ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എത്ര ദിവസം അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് ഡേ 50 ഡേയ്സ് ചലഞ്ച് അല്ലെങ്കിൽ 100 ഡേയ്സ് ചലഞ്ച് അങ്ങനെ അറിയില്ല. നമ്മൾ എത്ര ദിവസം ചെയ്യുന്നു അത്രയും ദിവസത്തെ ചലഞ്ച്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഏതായാലും കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യും. അങ്ങനെ രാവിലെ തന്നെ വീഡിയോ എടുക്കലൊക്കെ തുടങ്ങി. റൂമൊക്കെ പൂട്ടുന്നതും എല്ലാ ക്ലിപ്സും എടുത്ത് ബസ് കയറുന്നതൊക്കെ എടുത്ത് പിന്നെ മെട്രോയിൽ കയറി 2 മെട്രോ മാറി കയറാണ്ട് അങ്ങനെ 2 മെട്രോ ഒക്കെ മാറി കയറി കോളേജിൻ്റെ അവിടെ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ നേരെ നമുക്ക് കിങ്ഡം ടവർ കാണാം. കിങ്ഡം ടവറിൻ്റെ അടുത്താണ് ഏകദേശം. അങ്ങനെ അതൊക്കെ കണ്ട് കോളേജ് ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വരുന്നതാണ്. നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് തിരിച്ച് വരികയാണ്. തിരിച്ച് വരുമ്പോൾ പിന്നെ നമ്മൾ കാഫ്ഡാണ് ഇവിടുത്തെ മെയിൻ റിയാദിലെ മെയിൻ സിറ്റി എന്ന് പറയുന്ന മാതിരിയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് നമ്മൾ മാറിക്കയറുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് റൂമിൽ നിന്ന് കുറച്ച് ഉണങ്ങിയതൊക്കെ ഇതാക്കാണ്ടിനും മടിക്കൊണ്ടിനും അതൊക്കെ മടക്കി വെച്ച് ഞാൻ പിന്നെ അപ്പം തന്നെ മടക്കി വെക്കും. പിന്നെ മടിയാവും. പിന്നെ വന്ന് ഇതേമാതിരി ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് ഓർമ്മയത്. അപ്പോൾ 1-2 ദിവസം കഴിഞ്ഞാൽ ശരിയാവും എന്ന് വിചാരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്ത് പിന്നെ വീഡിയോ എടുക്കാതെ ഒരു പരിപാടിയില്ല ഇൻഷാ അല്ലാഹ്. പിന്നെന്താ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി ഫുഡ് കഴിച്ച് ഇതേമാതിരി ഒരു സലാഡ് ഉണ്ടായിരുന്നു. സലാഡ് കുഴപ്പമില്ല, സലാഡല്ല ഡെസേർട്ട് കുഴപ്പമില്ല. പിന്നെ പ്രസൻറ്റേഷൻ ഉണ്ട്. അതായത് കോളേജിൽ നിന്ന് നമ്മളെ 2 മാസം കൂടുമ്പോൾ ഒരു പ്രൊജക്റ്റും ഒരു മെയിൻ എക്സാമും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ടൈമിന് ഉംറക്ക് പോയി വന്നതിന് ശേഷം ഫുൾ അതിൻ്റെ തിരക്കിൽ അതൊക്കെ കഴിഞ്ഞ് വെള്ളം കുറച്ച് വന്ന് കിടന്ന് ഉറങ്ങി. ഞാൻ സാധാരണ നേരത്തെ കിടക്കുന്നതാണ്, ഇന്ന് കുറച്ച് ലേറ്റായി. അപ്പോൾ ഇൻഷാ അല്ലാഹ്